ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി റെസിപ്പി മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരറ്റ് ജ്യൂസുമായിട്ടാണ്. ഇത് സൗന്ദര്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ, അതായത് വെളുത്ത നിറവും അതുപോലെ തന്നെ യുവത്വം നിലനിർത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നും കൂടെയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് വലിയ ക്യാരറ്റ് ആയത് കാരണമാണ് 3 എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കണ്ടൻറ്റ് ഉണ്ടാക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം, അതിനനുസരിച്ചിട്ട് നമ്മൾ കണ്ടൻറ്റ് എടുത്താൽ മതി. അധികം ചിലവൊന്നും ഇതിനില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്യാരറ്റ് എടുത്തിട്ട് അതൊന്ന് നല്ലോണം തൊലി കളഞ്ഞിട്ട് വൃത്തിയാക്കി കഴുകിയെടുക്കുക. എന്നിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അത് നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ അത്രയും ചെറിയ കഷ്ണങ്ങളാക്കൊന്നും വേണ്ട, ഒരു പാകത്തിന് മാത്രം കഷ്ണങ്ങളാക്കിയാൽ മതി കേട്ടോ. ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ അത് നടുക്കൊന്ന് മുറിച്ചിട്ടാൽ മതി. ഇത് വലിയ ക്യാരറ്റ് ആയത് കാരണം ഇങ്ങനെ കീറിയൊക്കെ ഇടേണ്ട കാര്യമുള്ളൂ. പിന്നെ ചെറുതാക്കി ഇട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഈ ക്യാരറ്റ് ഇങ്ങനെ പച്ചയിൽ ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെയും കുടിക്കുന്നവരുണ്ട്. പക്ഷെ അത് അധികവും കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ഇങ്ങനെ വേവിച്ചിട്ടാകുമ്പം അതിന് ക്യാരറ്റിൻ്റെ ആ പച്ചപ്പ് ചുവ ഉണ്ടാവില്ല, അപ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നമ്മളത് മുറിച്ചിട്ട ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലേശം മധുരം പാകം ഇതാവാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് അതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. തണുത്ത ശേഷം നമ്മൾ കയ്യിലിട്ടിട്ട് ഇങ്ങനെ പൊടിക്കുമ്പോൾ പൊടിഞ്ഞു പോകണം, ആ ഒരു പരുവാകുന്ന വരെ വേവണം കേട്ടോ. അപ്പോൾ ഒരു 4 വിസിലൊക്കെ ധാരാളം മതിയാവും. എന്നിട്ട് നമ്മളത് തണുക്കാൻ വേണ്ടി വെച്ച ശേഷം, അതായത് തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ വെള്ളം ഉണ്ടാവില്ല, ആ വെള്ളം കളയണ്ട കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് നല്ല കട്ടിക്കായത് നിൽക്കുക. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ടൊക്കെ പറ്റും. എന്നിട്ട് പാല് ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ടാക്കിയതാണ്, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ അതുപോലെ പഞ്ചസാര, ഏലക്കായൊക്കെ നമ്മുടെ എത്രത്തോളം ഏലക്കായൻ്റെ ചുവ നമുക്ക് ടേസ്റ്റ് വേണോ അത്ര ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഇതിലേക്ക് ഈ സമയത്ത് തന്നെ കാഷ്നട്ട് അതുപോലെ ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ട് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ നമുക്ക് ജ്യൂസ് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടി കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ചിലപ്പം കുടിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലേശം ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം നല്ല തണുപ്പും കിട്ടും, പിന്നെ ചെറുതായിട്ടൊന്ന് ലൂസാവുകയും ചെയ്യും. ഇപ്പോൾ ഇങ്ങനെയും കുടിക്കാം, ഇങ്ങനെ പറ്റുന്നവർക്ക് അങ്ങനെ കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലൂസാക്കിയിട്ട് അങ്ങനെയും കുടിക്കാം. ഇപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് പാകത്തിന് എങ്ങനെ കുടിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.